അപ്പൊ മക്കളെ, സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ 3rd ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന 3rd ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പാഠഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഓരോ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ഏതെല്ലാം ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. യൂട്യൂബ് ചാനൽ, നമ്മുടെ സ്റ്റഡി ടേബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് മക്കളെ. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം നമുക്ക്. ഫസ്റ്റ് ചോദ്യം, ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ഈ മൂലകത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അപ്പൊ അറ്റോമിക് നമ്പർ 24, ഈ അറ്റോമിക് നമ്പർ 24 എന്നും അറ്റോമിക് നമ്പർ 29 എന്നും പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് കയറി വരേണ്ട രണ്ട് മൂലകങ്ങളുണ്ട്. ഓർമ്മ മക്കളെ, അതായത് 24 എന്ന് പറയുമ്പോൾ തന്നെ ക്രോമിയം. ഈ രണ്ട് അറ്റോമിക് നമ്പർ നമ്മൾ പഠിച്ചു വെക്കുക. ഒരുപാട് എലമെന്റ്സിന് ബാക്കിയുള്ള മൂലകങ്ങളുടെ ഒക്കെ അറ്റോമിക് നമ്പർ കാണാൻ പഠിക്കണം യാതൊരു നിർബന്ധമില്ല. പക്ഷേ 24 അറ്റോമിക് നമ്പർ ഉള്ള ക്രോമിയം, അതേപോലെ തന്നെ 29 അറ്റോമിക് നമ്പർ ഉള്ള കോപ്പറും കൃത്യമായി നമ്മൾ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ 24 എന്ന് പറയുമ്പോൾ തന്നെ ക്രോമിയം എന്ന് ആലോചിച്ചോളി. ഈ രണ്ട് ക്രോമിയത്തിനും കോപ്പറിനും ഒരു പ്രശ്നം ഉണ്ടല്ലേ. സബ്ഷെൽട്രോൺ വിന്യാസത്തിൽ ഒരു പ്രത്യേക തരം ക്രമീകരണമുള്ള ആളുകളാണ് അറ്റോമിക് നമ്പർ 24 ഉള്ള 24 ഉള്ള ആർക്കാണ്? ക്രോമിയത്തിനും 29 ഉള്ള കോപ്പറിനും. നോക്കാം. അപ്പൊ ഈ 24 ഉള്ള അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ചില പ്രസ്താവനകൾ, ഇപ്പോ പുതിയ പാറ്റേൺ പ്രകാരം പരീക്ഷയ്ക്ക് പ്രസ്താവനകൾ തരുന്നുണ്ട്. അതേപോലെ തന്നെ അസേർഷൻ, റീസൺ, പ്രസ്താവനയും അതിനുള്ള കാരണവും തന്നിട്ട് ആ പ്രസ്താവനയുടെ വിശദീകരണം തന്നെയാണോ കാരണം എന്നുള്ള രൂപത്തിൽ കൃത്യമായി കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം ആൻസർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള പുതിയ പാറ്റേണിലുള്ള ഒരു ചോദ്യമാണ് ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നോക്കൂ. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന എന്താ? ഈ മൂലകത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വിന്യാസം 1s2 2s2 2p6 3s2 3p6 3d4 4s2 എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വിന്യാസം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വിന്യാസം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ട്, വലിയ കുഴപ്പമുണ്ട് അല്ലെ. എന്താ കാരണം? ഒരിക്കലും 3d4 എന്ന രൂപത്തിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വിന്യാസം അവസാനിക്കാൻ പാടില്ല. 3d4 അവസാനിക്കാൻ പാടില്ല അല്ലെ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് 3d4ഉം 3d9ഉം ഡി സബ്ഷെല്ലിൽ 4 വന്നാലും അതുപോലെ തന്നെ 9 വന്നാലും അതിന് സ്ഥിരത കുറവാണ്. എന്ത് കുറവാണ്? സ്ഥിരത കുറവാണ്. സ്ഥിരത കുറവായതുകൊണ്ട് ഇവർ സ്ഥിരത കൂടുതൽ കിട്ടാൻ വേണ്ടി ഇവർ എന്താണ് ചെയ്യാ? സ്ഥിരത കുറവാണെന്ന് ഒരു പരിഹാരം വേണമല്ലോ. എന്താ പരിഹാരം? തൊട്ടടുത്തുള്ള 4s സബ്ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വാങ്ങും. 3d വാങ്ങും അല്ലെ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ശരിയായ ക്രമീകരണം എങ്ങനെ വരും? 3d5 4s1 എന്ന് വരും. കറക്റ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് 3d4 4s2 എന്നുള്ളത് ശരിയായ സബ്സ്റ്റിറ്റ്യൂഷൻ വിന്യാസമാണോ? അല്ല. അപ്പൊ പ്രസ്താവന 1 ശരിയാണോ? അല്ല, പ്രസ്താവന 1 തെറ്റാണ് അല്ലെ. എന്നാ രണ്ടാമത്തെ പ്രസ്താവന, അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ഡി സബ്ഷെല്ലിലാണ്. മക്കളെ, ഇങ്ങനെ എഴുതിയാൽ നമുക്കറിയാം നമ്മൾ 2pയും 3sഉം 3pയും സബ്ഷെല്ലുകൾ നിറച്ചതിന് ശേഷം നമ്മൾ 3p കഴിഞ്ഞാൽ 4s സബ്ഷെല്ലാണ് നടക്കുന്നത് അല്ലെ. 4s സബ്ഷെൽ ഇലക്ട്രോൺ നിറച്ചതിന് ശേഷമേ നമ്മൾ എവിടെ നടക്കുന്നുള്ളൂ? 3d നടക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ അവസാനം നിറച്ചത് 3d സബ്ഷെല്ലിലല്ലേ. അപ്പൊ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ഡി സബ്ഷെല്ലിലാണ് എന്ന് പറയുന്ന ഈ പ്രസ്താവന ശരിയല്ലേ? അപ്പൊ പ്രസ്താവന 2 ശരിയാണ് കേട്ടോ. then 3ലേക്ക് പോവാ. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലിന്റെ എൽ വില 1 ആണ്. പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ്. പുതിയതായി സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും അതേപോലെ തന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും. ഇവിടെ നമുക്കറിയാം എൽ എന്ന് പറഞ്ഞാൽ ഇത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് അല്ലെ. ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എൽ വില എന്ന് പറയും മക്കളെ. വളരെ സിമ്പിളായി ആലോചിച്ചോളി. നമുക്ക് ഏതൊക്കെ സബ്ഷെല്ലുകൾ അറിയാം? എസ് സബ്ഷെല്ലുണ്ട്, പി സബ്ഷെല്ലുണ്ട്, ഡി സബ്ഷെല്ലുണ്ട്, എഫ് സബ്ഷെല്ലുണ്ട്. 4 സബ്ഷെല്ലും പഠിക്കാനുള്ളത്. ഈ ഓരോ സബ്ഷെല്ലിന്റെയും എൽ വില നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നാമത്തെ എസ് സബ്ഷെല്ലിന്റെ എൽ വില 0 ആണ്. രണ്ടാമത്തെ പി സബ്ഷെല്ലാണെങ്കിൽ എൽ വില 1 ആണ്. ഡി സബ്ഷെല്ലിന്റെ എൽ വില 2 ആണ്. എഫ് സബ്ഷെല്ലിന്റെ എൽ വില 3 ആണ്. അപ്പൊ എൽ വില അഥവാ അസിമുത്തൽ ക്വാണ്ടം നമ്പർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ മക്കളെ? അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ഡി സബ്ഷെല്ലാണ്. നമ്മൾ തൊട്ട് മുമ്പ് പ്രസ്താവന പറഞ്ഞില്ലേ, ഡി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എസും പിയും കഴിഞ്ഞിട്ടല്ലേ ഡി വരുന്നത്. അപ്പൊ എസിന്റെ എൽ വില എത്ര? 0. എസിന്റെ എത്രയാണ്? 0. അത് കഴിഞ്ഞാൽ പിയുടേതോ 1
അല്ലെ? ഡിയുടേതോ 2. ഇവിടെ എത്ര പറഞ്ഞ് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലിന്റെ വില എൽ വില 1 ഡിയിലല്ലേ മക്കൾ നിറഞ്ഞത്? ഡിയുടെ എൽ വില 1 ഒന്നല്ല 2. എൽ വില 1 ആരുതാണ്? പിയുടേതാണ്. എൽ വില 0 ആരുടേതാണ്? എസിന്റേതാണ്. അപ്പൊ ഈ പ്രസ്താവന തെറ്റാണോ? ഈ പ്രസ്താവന ശരിയാണോ? ശരിയല്ല, അത് തെറ്റാണ് അല്ലെ? ഇനി നമ്മൾ 4ാമത്തെ പ്രസ്താവനയിലേക്ക് പോവണേ. എന്താണ്? ബാഹ്യതമ ഇലക്ട്രോൺ ഉൾപ്പെടുന്ന സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകൾ ഉണ്ട്. ഏതാ മക്കൾ അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്ന സബ്ഷെൽ ഏതാ? അത് ഡി സബ്ഷെൽ അല്ലേ? ഡി സബ്ഷെല്ലിൽ എന്തുണ്ട്? 5 ഓർബിറ്റലുകൾ ഉണ്ട്. ശരിയല്ല മക്കളെ? ഈ ഓർബിറ്റലിന്റെ എണ്ണം അല്ലെ? ഈ ഓർബിറ്റലിന്റെ എണ്ണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ പറയുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ പറയുന്നത് ഇതിന്റെ എണ്ണമാണ് അല്ലെ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചില്ലേ? 2l+1 എന്ന ഇക്വേഷൻ കൊടുത്തിട്ട് മക്കളെ. അതായത് ഡി സബ്ഷെല്ലിന്റെ എൽ വില എത്രയാടാ? 2. അപ്പൊ 2 × 2 എത്രയാണ്? 4 + 1 എത്ര? 5. അപ്പൊ ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട്? 5 ഓർബിറ്റലിൽ. ശരിയാണ്, ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽ ഉണ്ട്. ഇനി അങ്ങനെ ഈ ഇക്വേഷൻ വെച്ച് പഠിക്കണോ ഈ ഓർബിറ്റലിന്റെ എണ്ണം കാണാം? വേണ്ട. നമുക്ക് ഓരോ സബ്ഷെല്ലിലും നിറക്കാവുന്ന പരമാവധി ഇലക്ട്രോൺ എണ്ണ അറിയില്ലേ? ആ ഇലക്ട്രോണിന്റെ എണ്ണത്തിന് പകുതിയല്ലേ? എസ് സബ്ഷെല്ലിൽ നമുക്ക് മാക്സിമം എത്ര ഇലക്ട്രോൺ നിറക്കാം? 2 ഇലക്ട്രോൺ നിറക്കാം അല്ലെ? അപ്പൊ അതിന്റെ പകുതി എത്രയാണ്? 1. അപ്പൊ ഒരു ഓർബിറ്റൽ ഉള്ളൂ. പി സബ്ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ നിറക്കാം? 6 എണ്ണം. അപ്പൊ അതിന്റെ പകുതി എത്രയാണ്? 3. അപ്പൊ 3 സബ്ഷെല്ലിൽ പി സബ്ഷെല്ലിൽ 3 ഓർബിറ്റലേ ഉള്ളൂ. അതേപോലെ തന്നെ ഡി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പരമാവധി നിറക്കാം? 10 എണ്ണം നിറക്കാം. അപ്പൊ 10ന്റെ പകുതി എത്രയാണ്? 5. അപ്പൊ ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലാണ് ഉള്ളത്? 5 ഓർബിറ്റല്. എഫ് സബ്ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺ ഉണ്ട് നിറക്കാം? നമുക്ക് 14 നിറക്കാം. 14ന്റെ പകുതി എത്രയാണ്? 7. അപ്പൊ എഫ് സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട്? 7 എണ്ണം. കാരണം ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ നിറക്കാം. അപ്പൊ 10 ഇലക്ട്രോൺ നിറക്കാൻ 5 ഓർബിറ്റൽ മതി. എഫ് സബ്ഷെല്ലിൽ 14 ഇലക്ട്രോൺ നിറക്കാൻ 7 ഓർബിറ്റൽ മതി. പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ നിറക്കാൻ 3 ഓർബിറ്റൽ മതി അല്ലെ? അപ്പൊ അങ്ങനെയാണ് ഓർബിറ്റലിന്റെ എണ്ണം കാണുക. അപ്പൊ ഇതും ശരിയാണ്. എന്ത്? അതായത് ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽ ഉണ്ട്. അടുത്തത് ഈ പ്രസ്താവനയെ സംബന്ധിച്ച് ഇവിടെ നിൽക്കുന്ന ശരിയായത് ഏത്? പ്രസ്താവന 1, 2, 3 ശരിയാണ്. പ്രസ്താവന 1 തെറ്റാണ്, 2 ശരിയാണ്. അപ്പൊ ഏതൊക്കെ ശരി നോക്കാം മക്കളെ? പ്രസ്താവന 2 ശരിയാണ്. അതേപോലെ തന്നെ പ്രസ്താവന 4 ശരിയാണ്. അതിലേതോ ഓപ്ഷൻ ഉള്ളത്? പ്രസ്താവന 2ഉം 4ഉം ശരിയാണ്, 1ഉം 3ഉം ശരിയല്ല. അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. ഓക്കെ ആണല്ലോ? അപ്പോ ഈ ക്വാണ്ടം നമ്പറുകളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം മക്കളെ. എല്ലാ പരീക്ഷയ്ക്കും ക്വാണ്ടം നമ്പർ നിങ്ങൾ പ്രതീക്ഷിക്കണം. സിലബസിലേക്ക് പുതിയതായി ആഡ് ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് എന്ന നിലക്ക് N അഥവാ ഷെൽ നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ അതിലുള്ള സബ്ഷെല്ലുകൾ എത്ര എണ്ണമാണ്, ഏതൊക്കെ സബ്ഷെല്ലാണെന്ന് കാണിക്കാനാണ് അവിടെ നമ്മൾ എൽ വില ഉപയോഗിക്കാറുള്ളത്. അതേപോലെ ഓരോ സബ്ഷെല്ലുമുള്ള ഓർബിറ്റലുകളുടെ എണ്ണം കാണാനാണ് നമ്മൾ ഏത് നമ്പർ ഉപയോഗിക്കാറുള്ളത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അഥവാ എം വില ഉപയോഗിക്കാറുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലെ? ദെൻ അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം ഇതാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ അയോണീകരണ എൻതാൽപ്പി പി ബ്ലോക്കിലെ മൂലകങ്ങളെക്കാൾ കുറവാണ്. അപ്പൊ എന്താണ് അയോണീകരണ എൻതാൽപ്പി? അയോണീകരണ എൻതാൽപ്പി വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം, ഞാൻ നോക്കുമ്പോൾ 2 ആറ്റങ്ങൾ വരയ്ക്കട്ടോ. ഇത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ്, അതിന് പുറത്ത് ഒരു ഷെല്ല്, അതിലൊരു ഇലക്ട്രോൺ ഉണ്ട് കേട്ടോ. ഇത് എ എന്ന് പറഞ്ഞ ആറ്റാന്ന് സങ്കല്പിക്കുക. ദെൻ അടുത്ത ഷെല്ല്, അതിന്റെ ന്യൂക്ലിയസ്, അടുത്ത മൂലകത്തിന്റെ ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട്. ഞാൻ അതിന്റെ പുറത്ത് 3 ഷെല്ലുകൾ വരച്ചു. ഇത് അതിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ. ഓക്കെ ആണല്ലോ? എന്നിട്ട് നിങ്ങൾ നോക്കി, ഇവിടെ ഇപ്പോ നമുക്കറിയാം ഈ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. കാരണം ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിനകത്തുള്ളത്. അപ്പൊ ന്യൂക്ലിയസിന്റെ ആകെ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്. എന്നാൽ ഈ പുറത്തുള്ള ഷെല്ലുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ ചാർജ് എന്താ? നെഗറ്റീവ്. സോ സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രോണുകളെ ന്യൂക്ലിയസ് അതിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണുകളെ അതിന്റെ ഭാഗത്തേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ ആകെ ഒരു ഷെല്ലുള്ളൂ കേട്ടോ, ആകെ ഒരു ഷെല്ലുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ന്യൂക്ലിയസിന് അടുത്ത് തന്നെയാണ് ആ ഷെല്ല്. എന്നാൽ ഇവിടെ 3 ഷെല്ലുണ്ട്. അപ്പൊ 3ാമത്തെ ഷെല്ല് അഥവാ ബാഹ്യതമ ഷെല്ല് അല്ലെ, ഏറ്റവും പുറമെയുള്ള ഷെല്ലല്ലേ ബാഹ്യതമ ഷെല്ല് എന്ന് വിളിക്കുക. ബാഹ്യതമ ഷെല്ല്, ആ ബാഹ്യതമ ഷെല്ല് ഇലക്ട്രോൺ ഉണ്ട്. ഇതില് എ എന്ന ഈ മൂലകത്തിലായിരിക്കോ ബി എന്ന ഈ മൂലകത്തിലായിരിക്കോ ഏറ്റവും അവസാനത്തെ ഷെല്ലിലുള്ള ഈ ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിന്റെ ഭാഗത്തേക്ക് ഏറ്റവും നന്നായിട്ട് ആകർഷിക്കുക? എയിലായിരിക്കോ ബിയിലായിരിക്കോ?
ഏലാണ്. കാരണം എന്താ, ഏയിൽ ആകെ ഒരു ഷെല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഷെല്ല് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഷെല്ലാണ്. അപ്പൊ അതുകൊണ്ട് ആ ഷെല്ലിലെ ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് നല്ലോണം ആകർഷിക്കും. എന്നാൽ ഇവിടെ 3 ഷെല്ലുണ്ട്, കുറെ ദൂരെയാണ്. ന്യൂക്ലിയസ് നിന്ന് ബാഹ്യധമ ഷെല്ല് ഇലക്ട്രോണിലേക്കുള്ള അകലം ഒരുപാട് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ഒരു ഇലക്ട്രോണിൽ നിന്നും ന്യൂക്ലിയസിലേക്കുള്ള ആകർഷണം എന്ന് പറയുന്നത് അത് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, ഈ അയോണീകരണ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ വലുപ്പവുമായി ബന്ധമുള്ളൊരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ അയോണീകരണ എൻതാൽപ്പി എന്ന് പറയുന്നത്? ഒരു ആറ്റത്തിനോട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിന്റെ അവസാനത്തിൽ ഒരു മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ നമുക്ക് ഒഴിവാക്കണം. ഒരു ഇലക്ട്രോണിനെ പറിച്ചെടുക്കണം കേട്ടോ. ആ ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ നമ്മൾ എത്ര ഊർജം ഉപയോഗിക്കണം? ആ ഊർജത്തെ നമ്മൾ എന്ത് വിളിക്കുക? അയോണീകരണ എൻതാൽപ്പി എന്ന് വിളിക്കട്ട. അപ്പൊ ഇവിടെ എ എന്നുള്ള വലുപ്പം വളരെ കുറവായതുകൊണ്ട് ഇവിടെയുള്ള ആകർഷണം വളരെ കൂടുതലാവൂലേ? അപ്പൊ നമുക്ക് ഇയാളങ്ങോട്ട് പറിച്ചെടുക്കാൻ കുറെ എനർജി ഉപയോഗിക്കേണ്ടില്ലേ? എന്നാൽ ഇവിടെയോ വലുപ്പം കൂടുതലാ, അതുകൊണ്ട് ഇങ്ങോട്ടുള്ള ആകർഷണം കുറയും. ആകർഷണം കുറയുമ്പോൾ ആ ഇലക്ട്രോണിനെ പറിച്ചെടുക്കാൻ കുറച്ച് ഊർജ്ജം ഉപയോഗിച്ചാൽ പോരെ. അപ്പൊ ഈ പറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഊർജ്ജത്തെയാണ് എന്ത് വിളിക്കുക? അയോണീകരണ എൻതാൽപ്പി എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ അയോണീകരണ എൻതാൽപ്പി എന്താ? ഒരു ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ അങ്ങോട്ട് പറിച്ചെടുത്ത് നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജം. അത് ആർക്കാവും കൂടുതൽ? ചെറിയ ആറ്റങ്ങൾക്ക് അല്ലെ, ചെറിയ ആൾക്കാർക്ക് ഈ ഊർജ്ജം വളരെ കൂടുതലും പറിച്ചെടുക്കാൻ നല്ല അയോണീകരണ എൻതാൽപ്പി വേണം. എന്നാൽ വലിയ ആറ്റങ്ങൾക്കോ അവസാനത്തെ ഷെല്ലിൽ നിന്ന് ബാഹ്യധമ ഷെല്ലിൽ ഇലക്ട്രോൺ പറിച്ചെടുക്കാൻ കുറച്ച് അയോണീകരണ എൻതാൽപ്പി മതി. അപ്പൊ നമ്മൾ പീരിയോഡ് ടേബിൾ ആലോചിക്കുക. എസ് ബ്ലോക്ക് വരികയാണ്, ഡി ബ്ലോക്ക് വരികയാണ്, പി ബ്ലോക്ക് വരികയാണ്. അങ്ങനെയാണ് ക്രമീകരണം. ആദ്യം എസ് ബ്ലോക്ക്, പിന്നെ ഡി ബ്ലോക്ക്, പിന്നെ പി ബ്ലോക്ക്. അങ്ങനെയല്ലേ പീരിയോഡ് ടേബിൾ ഉള്ളത്? ആണ്. ഇതിൽ ആർക്ക് ഏറ്റവും വലുപ്പമുള്ളത്? ആദ്യം വരുന്ന 1, 2 ഗ്രൂപ്പിൽ വരുന്ന എസ് ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് വലുപ്പം ഏറ്റവും കൂടുതൽ അല്ലെ. പിന്നെ ഇങ്ങോട്ട് പോകുന്ന കുറഞ്ഞു വരികയാണ്. എസ് ബ്ലോക്കിന് അതിനേക്കാളും വലുപ്പം കുറയും. ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ പോകുന്നതനുസരിച്ച് അങ്ങനെ പി ബ്ലോക്കിൽ എത്തുമ്പോഴേക്കും വലുപ്പം വളരെ കുറയും. അപ്പൊ നോക്കി ഇവിടെ എന്താ പറഞ്ഞത്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ കേട്ടോ, വലിയ നല്ല വലുപ്പമുള്ള ആൾക്കാര്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ അയോണീകരണ എൻതാൽപ്പി കുറവാണ്, ശരിയല്ലേ? എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ മക്കളെ നല്ല വലുപ്പമുള്ളത്. ഗ്രൂപ്പിൽ ആദ്യ ഗ്രൂപ്പുകൾ വരുന്ന ആൾക്കാർ നല്ല വലുപ്പമുള്ളത്. അപ്പൊ അവർക്ക് കുറഞ്ഞ അയോണീകരണ എൻതാൽപ്പി പോരെ, അവിടെ പറിച്ചെടുക്കാൻ കുറച്ച് ഊർജ്ജം പോരെ. ശരിയാണ്, പി ബ്ലോക്ക് മൂലകങ്ങളെക്കാൾ അല്ലെ. കാരണം പി ബ്ലോക്ക് മൂലകം അവസാനം വരുന്ന ആൾക്കാരാ. അവർ വലുപ്പം ചെറുതായി വരികയാണ്. ചെറിയ ആൾക്കാരെ അവർക്ക് അയോണീകരണ എൻതാൽപ്പി വളരെ കൂടുതലാവും, പറിച്ചെടുക്കാൻ ആവശ്യമായ ഊർജ്ജം ഒരുപാട് കൂടുതലാവും. ഓക്കെ, അയോണീകരണ എൻതാൽപ്പിയുടെ നിർവചനമാണ് പിന്നെ നമ്മൾ ചോദിക്കുന്നത്. ഈ പറഞ്ഞ നിർവചനം കൃത്യമായി എഴുതി കൊടുക്കട്ടാ. അതേപോലെ തന്നെ 2ാം പീരീഡിലെ അയോണീകരണ എൻതാൽപ്പി ഏറ്റവും കൂടിയ മൂലകം. മക്കളെ 2ാം പീരീഡ് ടേബിൾ ഇങ്ങനെയുള്ള തിരശ്ചീനമായ ആൾക്കാരാണല്ലേ പീരീഡ് എന്ന് വിളിക്കുക അല്ലെ. എത്ര പീരീഡ് ഉണ്ട്? അപ്പൊ ആലോചിക്കുക, സ്കൂളിൽ എത്ര പീരീഡ് ഉണ്ട്? സാധാരണ 7 പീരീഡ്. പീരീഡ് ടേബിളിലും 7 പീരീഡ്. പീരീഡ് ഇനി മാറരുത് കേട്ടോ. പീരീഡ് ടേബിളിലെ പീരീഡ് മാറരുത്. സാധാരണ സ്കൂളുകളിലും മിക്ക സ്കൂളുകളിലും 7 പീരീഡ് ആയിരിക്കും. അപ്പൊ 7 പീരീഡ് പീരീഡ് ടേബിളിലും 7 പീരീഡ്. 7 കൂടുതൽ പീരീഡ് ഇല്ല. 18 ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പാണ് എത്ര എണ്ണം? 18 എണ്ണം അല്ലെ. നമ്മളിങ്ങനെ 18 അടവ് എന്ന് പറയില്ലേ, അതേപോലെ എല്ലാവരും ഓരോ അടവ് പ്രയോഗിച്ച് ഒരു പാർട്ടി തന്നെ 18 ഗ്രൂപ്പായി തിരിഞ്ഞു. 18 അടവും പയറ്റി 18 ഗ്രൂപ്പായി. അപ്പൊ പീരീഡ് ടേബിളിൽ 18 ഗ്രൂപ്പും 7 പീരീഡ് ആണുള്ളത് എന്നുള്ളത് മറക്കരുതേ. അപ്പൊ 2ാം പീരീഡിന്റെ കാര്യം ചോദിക്കണം കേട്ടോ. 2ാം പീരീഡില് അയോണീകരണ എൻതാൽപ്പി ഏറ്റവും കൂടിയ. അപ്പൊ അയോണീകരണ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് വലുപ്പം കുറഞ്ഞു വരില്ലേ. എസ് ബ്ലോക്ക് 1, 2, 3, 4 ഗ്രൂപ്പ് ഇങ്ങനെ പോകുന്നതനുസരിച്ച് 17, 18 എത്തുമ്പോഴാണ് ഏറ്റവും വലുപ്പം കുറവ് അല്ലെ. പീരീഡ് ടേബിളിന് അങ്ങേയറ്റം നമ്മൾ ഉത്കൃഷ്ട മൂലകങ്ങൾ എന്ന് വിളിക്കൂലേ, അലസവാദങ്ങൾ വിളിക്കൂലേ. 18ാം ഗ്രൂപ്പില് അവരുള്ള ഏറ്റവും വലുപ്പം കുറഞ്ഞത് അവരാണ് ഏറ്റവും വലുപ്പം കുറഞ്ഞത്. അപ്പോ ഈ വലുപ്പം ഏറ്റവും കുറഞ്ഞ 18ാം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കായിരിക്കും എന്ത്? അയോണീകരണ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ. ഇവിടെ നമ്മൾ ചോദിക്കണം, അയോണീകരണ എൻതാൽപ്പി ഏറ്റവും കൂടിയ മൂലകല്ലേ? 2ാം പീരീഡ് അല്ലേ? 2ാം പീരീഡിൽ ഏതാടാ അയോണീകരണ എൻതാൽപ്പി? ഇത് സെക്കൻഡ് പീരീഡ്. നോക്കി നിങ്ങള്, ഇത് 1ാമത്തെ പീരീഡ്, ഇത് 1ാമത്തെ പീരീഡ് അല്ലെ. ഇത് 2ാമത്തെ പീരീഡ് അല്ലടാ. ഈ 2ാമത്തെ പീരീഡില് 1, 2 ഗ്രൂപ്പ്. ഇവിടെ ഒന്നും ആളില്ല അല്ലെ. പിന്നെ 13, 14, 15, 16, 17, 18. 2ാമത്തെ പീരീഡില് 18ാം ഗ്രൂപ്പിൽ വരുന്നത് നിയോൺ എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 10 ഉള്ള മൂലകമാണ്. അപ്പൊ അറ്റോമിക് നമ്പർ 10 ഉള്ള 2ാമത്തെ പീരീഡില് ഏറ്റവും ഉയർന്ന അയോണീകരണ എൻതാൽപ്പി വലിപ്പം ഏറ്റവും കുറഞ്ഞ ആള് അത് നിയോൺ എന്ന് പറയുന്ന Ne എന്ന പ്രതീകമുള്ള മൂലകമാണ്.
ഓക്കെ, അപ്പൊ വലുപ്പവുമായി ബന്ധപ്പെടുത്തി മാത്രമേ നിങ്ങൾ എന്ത് പഠിക്കാൻ പാടുള്ളൂ? അയോണീകരണ എൻതാൽപ്പി പഠിക്കാൻ പാടുള്ളൂ. വലുപ്പം കുറഞ്ഞാൽ കഷ്ടപ്പെടും, പറിച്ചെടുക്കാൻ നല്ല അയോണീകരണ എൻതാൽപ്പി വേണ്ടി വരും അല്ലെ. വലുപ്പം കൂടിയാലോ അയോണീകരണ എൻതാൽപ്പി വളരെ കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ? നമ്മൾ അടുത്ത ചോദ്യത്തിൽ പോകട്ടോ. എ ബി എന്നീ മൂലകങ്ങളുടെ ആറ്റങ്ങളിൽ 3 ഷെല്ലുകൾ വീതമുണ്ട്. 3 ഷെല്ലുകൾ വീതം ഉണ്ട് കേട്ടോ. എ ബി എന്നുള്ള പ്രതീകങ്ങൾ യഥാർത്ഥമല്ല, അത് മിക്ക ചോദ്യങ്ങൾക്കും യഥാർത്ഥ പ്രതീകം കൊടുക്കാറില്ല. ചോദ്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാം കേട്ടോ. ദെൻ മൂലകം എ ഗ്രൂപ്പ് 13ൽ, മൂലകം എ എവിടെയാ? 13ാം ഗ്രൂപ്പിലാ. മൂലകം ബി എവിടെയാണ്? 16ാം ഗ്രൂപ്പാണ്. നമുക്ക് ഹിന്റ് സൂചനകൾ തന്നിട്ട് നമ്മോട് സബ്സ്ട്രേറ്റ് വിന്യാസം ചോദിക്കാൻ പോകട്ടവര് ആയിക്കോട്ടെ. എന്താ പറഞ്ഞത്? എ ഗ്രൂപ്പ് എ എന്ന് പറയുന്ന മൂലകം എ എന്ന് പറയുന്നത് 13ാം ഗ്രൂപ്പാണ്. 13ാം ഗ്രൂപ്പാണ്. ഓക്കെ, അതേപോലെ ബി എന്ന് പറയുന്ന മൂലകം വരുന്ന ഏതിലാ? 16ാം ഗ്രൂപ്പാണ് അല്ല മക്കളെ. അതിന് മുമ്പ് ഇവർ തന്ന സൂചന എന്താ? 3 ഷെല്ലുകൾ വീതമുണ്ട്. എന്തുണ്ട്? 3 ഷെല്ല്. മക്കളെ ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ പീരിയഡ് നമ്പർ ആടാ. ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയഡ് നമ്പർ ആണ്. അപ്പൊ 3 ഷെല്ല് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് എത്രാമത്തെ പീരിയഡിലായിരിക്കും? 3ാമത്തെ പീരിയഡിലായിരിക്കും. അപ്പൊ ഈ സബ്ഷെല്ലൊക്കെ തുടങ്ങുന്നത് ഇവരുടെ ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും മക്കളെ. ഷെൽ നമ്പർ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. ഇയാളെ ഷെൽ നമ്പറും ബാഹ്യതമ ഷെല്ലിലെ ആ ഷെൽ നമ്പർ 3 ആയിരിക്കും. ബാഹ്യതമ ഷെല്ല്, കാരണം 3 ഷെല്ല് ഉണ്ടല്ലോ, 3 ഷെല്ല് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 3ാമത്തെ പീരീഡിൽ അവർ വരട്ടോ. ഇനി ആലോചിക്കണേ, 13ാം ഗ്രൂപ്പ് നമ്മൾ ഏനെ പറ്റി പറയട്ടോ. 13ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ബ്ലോക്കാ മക്കളെ? 13. കറക്റ്റ് 13 എന്ന പി ബ്ലോക്ക് തുടങ്ങണ ഭാഗമാണ് അല്ലെ. 13 മുതൽ 18 വരെയാണ് ആരുള്ളത്? പി ബ്ലോക്ക് മൂലകളുള്ളത് ആണോ അല്ലേ? 13 മുതൽ 18 വരെയാണ് പി ബ്ലോക്ക് മൂലകളുള്ളത്. അപ്പൊ 13ാം ഗ്രൂപ്പ് എന്നാണ് പി ബ്ലോക്ക്. നിങ്ങൾ എങ്ങനെ മക്കളെ ഈ ഗ്രൂപ്പ് കണ്ടിരുന്നത്? എങ്ങനെയായിരുന്നു? ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നാൽ, ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നാൽ നിങ്ങൾ എങ്ങനെ ഗ്രൂപ്പ് കണ്ടിരുന്നത്? അതായത് ആ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നാൽ ഗ്രൂപ്പ് കാണുന്ന വിധം അത് പി ആണെങ്കിൽ എത്ര കൂട്ടിയത്? പി ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇപ്പോ ഇവിടെ നമുക്ക് പി സബ്ഷെൽ തന്നു കഴിഞ്ഞാൽ ആ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? എത്ര കൂട്ടിയാൽ മതി? 12 കൂട്ടിയാൽ മതി അല്ലെ. അങ്ങനെ കൂട്ടി നിങ്ങള് 12 കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യയോട് 12 കൂട്ടിയപ്പോഴായിരിക്കും പി ബ്ലോക്ക് അല്ലേ. പി ബ്ലോക്ക് എന്ന് ആദ്യം ഉറപ്പാക്കണം കേട്ടോ. പിയിൽ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് കാണാൻ 12 ആണ് കൂട്ടിയ കേട്ടോ. അപ്പൊ ഈ 13 12 കുറച്ച് എത്രയാടാ? 13 നമ്മൾ കൂട്ടിയ 12 ഇല്ലേ, അത് കുറച്ച് എത്ര? 1. അപ്പൊ ഇത് അവസാനിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 3p1 എന്നായിരിക്കും. ഞാൻ എന്തുകൊണ്ടാ 12 കുറച്ച മക്കളെ? പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ ആ ഇലക്ട്രോൺ എണ്ണത്തിനോട് 12 കൂട്ടിയാലാണ് ഗ്രൂപ്പ് നമ്പർ കിട്ടുക. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 13 തന്നു, അതിൽ നമ്മൾ കൂട്ടിയ 12 കുറച്ച് ബാക്കി 1 അല്ലേ. അപ്പൊ 3p1 അവസാനിച്ചാലാണ് 13ാം ഗ്രൂപ്പും 3 ഷെല്ല് 3ാം പീരീഡും ആവുക. അതേപോലെ ഇവിടെ നോക്കി 16ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും പി ബ്ലോക്ക് അല്ലേ. 16ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും എന്താടാ? പി ബ്ലോക്ക് ആണ് അല്ലെ. പി ബ്ലോക്ക് ആവുമ്പോൾ 12 കൂട്ടിയിട്ടല്ലേ ഗ്രൂപ്പ് നമ്പർ കണ്ടിരുന്നത്. അതേപോലെ പറഞ്ഞോക്കാണ് 16 നിങ്ങൾ 12 കുറയ്ക്കുക, ബാക്കി എത്രയാണ്? 4. ഓക്കെ അല്ലേ. അപ്പോ 3p4 അവസാനിച്ചാലാണ് 16ാം ഗ്രൂപ്പും 3ാം പീരീഡും ആവുക. അപ്പൊ അതുകൊണ്ട് ഇവയുടെ എന്താ എ എന്ന മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്ന് പറഞ്ഞതാ. എയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചോദിച്ചാൽ നിങ്ങൾ 3p1 വരെ എഴുതി കൊടുത്താൽ മതി. എങ്ങനെ മക്കളെ 3p1 വരെ എഴുതുക? അതായത് 3p1 വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന രീതി എങ്ങനെയാടാ? 3p1 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എങ്ങനെ എവിടേത് എഴുതട്ടെ? നമ്മള് എവിടേത് എഴുതാണ്? 1s2 2s2 2p6 3s2 3p1 എഴുതി. 3p1 വരെ എഴുതി. 3p1 വരെ എഴുതി. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി എന്താ? ഈ 2 മൂലകങ്ങളും ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു 13ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ ഏത് ബ്ലോക്കാ? പി ബ്ലോക്കാ. രണ്ടാളും എന്താണ്? പി ബ്ലോക്ക് മൂലകമാണ്. അടുത്ത മൂലകം എയുടെ ക്ലോറൈഡ് സംയുക്തത്തിൽ എയുടെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? എയുടെ ഓക്സീകരണാവസ്ഥ എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് ഇവിടെ ഈ ഓക്സീകരണാവസ്ഥ കാണുന്ന രൂപം കൃത്യമായിട്ട് മക്കൾ അറിഞ്ഞിരിക്കണേ. പലപ്പോഴും ഡി ബ്ലോക്ക് മൂലകം ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ മൂലകം എ എങ്ങനെ നമ്മൾ പറഞ്ഞത്? എയുടെ അവസ്ഥ എന്തായിരുന്നു? എ സമം 1s2 2s2 2p6 3s2 ഏത് ഗ്രൂപ്പാ? എ 13ാം ഗ്രൂപ്പാണ് അല്ലെ. അപ്പൊ 3p1 അവസാനിച്ചു. ഇനി എയും അതിന്റെ ക്ലോറൈഡ് സംയുക്തം, മക്കളെ ക്ലോറൈഡ് സംയുക്തം എന്ന് പറഞ്ഞാൽ ഏതാണ്? Cl. അതായത് ACl എന്ന സംയുക്തമാണ് എ എന്ന മൂലകത്തിന്റെ ക്ലോറൈഡ് സംയുക്തം.
എ എന്ന മൂലകത്തിന്റെ ക്ലോറൈഡ് സംയുക്തം ചോദിച്ചാൽ ACl. ഇങ്ങോട്ട് എ എന്ന മൂലകത്തിന്റെ ഓക്സൈഡ് സംയുക്തം ചോദിച്ചാലോ ഓക്സിജൻ O, ഓക്സൈഡ് സംയുക്തം AO. അപ്പൊ നമുക്കിവിടെ AO വേണ്ട, നമുക്കിവിടെ ക്ലോറൈഡ് സംയുക്തമാണ്. എന്താ ചോദിച്ചാൽ അറിയോ, ഈ എയും ക്ലോറിനും കൂടി ചേർന്ന് എയുടെ ക്ലോറൈഡ് സംയുക്തം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ക്ലോറൈഡ് സംയുക്തം ഉണ്ടായി കഴിഞ്ഞാൽ ആ സംയുക്തത്തിന്റെ ആ ക്ലോറൈഡ് സംയുക്തത്തിൽ ഈ പറഞ്ഞ മൂലകം എയുടെ ഓക്സീകരണാവസ്ഥ. മക്കളെ ആദ്യം എന്താ ചെയ്യുക, നിങ്ങൾക്ക് പലപ്പോഴും പരീക്ഷ ചോദിക്കുകയാണെങ്കിൽ രണ്ട് മൂലകങ്ങളുടെ സബ്സ്ട്രേറ്റ് വിന്യാസം തന്നിട്ട് അവ കൂടിച്ചേർന്നുണ്ടാകുന്ന ആ രണ്ട് മൂലകങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതാൻ പലപ്പോഴും പരീക്ഷ ചോദിക്കാറില്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ മക്കളെ, എ എന്ന മൂലകത്തിന്റെ എന്ത് കാണണം, സംയോജകത വാലൻസി കാണണം. ബി എന്ന മൂലകത്തിന്റെയും സംയോജകത വാലൻസി കാണണം അല്ലെ. ഈ സംയോജകത പരസ്പരം മാറ്റിയിട്ട് താഴെ എഴുതിയാ പോരെ. എങ്ങനെ, എയുടെ സംയോജനം കിട്ടി നമുക്ക്. ഇപ്പൊ ഇവിടെ Cl ആണെങ്കിൽ Cl സംയോജനം കിട്ടിയിട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് പരസ്പരം മാറ്റിയിട്ട് Cl സംയോജകത എന്റെ ചുവട്ടിൽ എഴുതുക, എയുടെ സംയോജകത Cl ചുവട്ടിൽ എഴുതുക. കാണാൻ സംയോജകമാണ് മക്കളെ. അതായത് ഇപ്പൊ എ എന്ന് പറയുന്ന മൂലകത്തിന്റെ സംയോജകത എങ്ങനെ കാണാം, അതായത് ബാഹ്യതമ ഷെല്ല് ഇലക്ട്രോണിന്റെ എണ്ണം നോക്കണം. 1 തുടങ്ങണൊക്കെ ഒന്നാമത്തെ ഷെല്ല്, 2 തുടങ്ങണൊക്കെ രണ്ടാമത്തെ ഷെല്ല്, 3 തുടങ്ങണൊക്കെ മൂന്നാമത്തെ ഷെല്ല്. അപ്പൊ എ എന്ന ഈ മൂലകത്തിൽ മക്കളെ എത്ര ഷെല്ലുണ്ടടാ, 1 2 3 ഷെല്ലില്ലേ. അപ്പൊ ഈ മൂന്നാമത്തെ ഷെല്ലല്ലേ ബാഹ്യതമ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ലല്ലേ ബാഹ്യതമ ഷെല്ല്. ഈ മൂന്നാമത്തെ ബാഹ്യതമ ഷെല്ലിൽ 2+1 എത്ര ഇലക്ട്രോൺ ഉണ്ട് മക്കളെ, ആകെ 3 ഇലക്ട്രോൺ ആണ് ബാഹ്യതമ ഷെല്ലിൽ. 3 ഇലക്ട്രോണാ. ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉള്ളവർ ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. എന്താ ചെയ്യാ, നമുക്കറിയാം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അഷ്ടകത കൈവരിക്കാനാണ്. മീൻസ് അവസാന ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവണം അല്ലെ. അപ്പോ ഈ 3 എന്ന് പറയുമ്പോ അവരെന്താ ചെയ്യാ, അതായത് 8ന്റെ പകുതി എത്ര മക്കളെ, 4. 4ൽ കുറവാണെങ്കിൽ അവ അങ്ങോട്ട് വിട്ടുകൊടുക്കും. എത്ര എണ്ണ കയ്യിലുള്ള അത്ര എണ്ണ തന്നെ വിട്ടുകൊടുക്കും. 4ൽ കൂടുതൽ ഉണ്ടോ എങ്കിൽ 8 ആവാൻ വേണ്ടി അവർ 1 2 3 ഇലക്ട്രോൺ വാങ്ങും. അപ്പൊ നോക്കി, 3 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 4നേക്കാളും കുറവല്ലേ. 3 പറഞ്ഞാൽ 4നേക്കാളും കുറവല്ലടാ. 8ന്റെ പകുതിയാണ് 4 കേട്ടോ. 8 ആയാലേ സ്ഥിര കൈവരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 8ന്റെ പകുതി 4, പകുതിയും കൂടി ഇല്ലേ, എന്നാ പിന്നെ ഉള്ളത് കൊടുത്തു ഒഴിവാക്കും അവര്. അപ്പോ ഈ 3 ഇലക്ട്രോൺ ഉള്ളവര് ആ 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. ഇതിന്റെ സംയോജകത 3. എത്ര എണ്ണം വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര എണ്ണം വാങ്ങുന്നു, രണ്ടും കൂടി അത് ചെയ്യൂല. ഒന്നുകിൽ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ വാങ്ങും. വിട്ടുകൊടുക്കുകയാണോ എന്നാ വിട്ടുകൊടുത്തതിന്റെ എണ്ണമാണ് സംയോജകത. വാങ്ങുകയാണോ എന്ന് എത്ര എണ്ണം വാങ്ങി, ആ വാങ്ങിയ ഇലക്ട്രോണിന്റെ എണ്ണമാണ് സംയോജകത. അപ്പൊ ലാസ്റ്റ് ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉള്ളവരും 2 ഇലക്ട്രോൺ ഉള്ളവരൊക്കെ വിട്ടുകൊടുക്കും. അപ്പൊ 3 എണ്ണം ഉള്ള ആൾക്കാര് 3 എണ്ണം വിട്ടുകൊടുത്തു. അപ്പൊ എയുടെ സംയോജകത എത്രയാടാ, 3. ഇനി ക്ലോറിൻ Cl പോകണം. ക്ലോറിൻ നിങ്ങൾ പഠിക്കേണ്ട സാധനം മക്കളെ. ക്ലോറിന്റെ ഓക്സീകരണാവസ്ഥ -1 ആണ്. ഓക്സീകരണാവസ്ഥ ചാർജ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ -1 എന്ന് പറഞ്ഞാൽ ഈ ഓക്സീകരണാവസ്ഥയുടെ ചിഹ്നം ഒഴിവാക്കിയ വാലൻസി ആയി സംയോജിതമായി. -1 എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നു, ഒരടുത്ത് നിന്നിട്ട് വാങ്ങുമ്പോഴാണ് ചാർജ് നെഗറ്റീവ് കിട്ടുക, അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക. അപ്പോ -1 എന്ന ആ മൈനസ് ഒഴിവാക്കി ചിഹ്നം ഒഴിവാക്കിയ സംയോജകതായി. അപ്പൊ Cl സംയോജനം എത്രയാണ്, 1. Cl സംയോജകത 1. അപ്പൊ ഞാൻ ഇവിടെ A എഴുതി Cl എഴുതി അടുത്തടുത്ത് എഴുതിട്ടോ. എയുടെ സംയോജനം 3 ആര് ചൂട്ട് കൊണ്ടിടുക, Cl ചൂട്ട് കൊണ്ടിടുക. Cl സംയോജനം 1, ആ 1 ആണ് എന്റെ ചുവട്ടിലിടേണ്ടത് മക്കളെ. 1 എന്നാണെങ്കിൽ നിങ്ങൾ 1 ഇടേണ്ട ആവശ്യമുണ്ടോ, ഞാൻ ഇവിടെ 1 എന്നിട്ടു. A1Cl3 ഇങ്ങനെ 1 എന്നാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആ 1 ഇടേണ്ട ആവശ്യമില്ല. ആ 1 ഇടേണ്ട ആവശ്യമില്ല. വെറുതെ അവിടെ 1 ആണെങ്കിൽ 1 ഇട്ട് വെക്കണ്ട. 1 ആണെങ്കിൽ സംയോജനം 1 ആണെങ്കിൽ ആ 1 എന്നുള്ളത് എഴുതേണ്ട ആവശ്യമില്ല, പോയി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 2 മൂലകങ്ങൾ കൂടി ചേർന്നുള്ള സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക. ആ രാസസൂത്രത്തിൽ ഇവിടെ എയുടെ ഓക്സീകരണാവസ്ഥ നമ്മൾ പറഞ്ഞു. എ എന്ന് പറയുന്ന മൂലകം അത് 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക ചെയ്യാം. എ എന്ന മൂലകം എന്താ ചെയ്യുക മക്കളെ, 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക ചെയ്യുക. വിട്ടുകൊടുക്കുമ്പോൾ ചാർജ് എന്ത്, ഒരാൾക്കാണ് കൊടുക്കടാ, ഒരാൾക്ക് സാധനം കൊടുക്കണം. നമ്മളെ കയ്യിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മളെ കൂട്ടുകാരാണ് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല സ്വഭാവം, പോസിറ്റീവ് ക്വാളിറ്റിയാണ് മക്കളെ. അപ്പോ 3 ഇലക്ട്രോണിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ. അപ്പൊ ഈ ചോദ്യത്തിലുള്ള ഒരു വിഷയം എന്താ മക്കളെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ പ്രസ്താവന എന്താണ്, തെറ്റാണ്. കാരണം ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ നിറയുന്നത് എവിടെയാണ്, ഡി സബ് ഷെല്ലിനാണ്. അതുകൊണ്ടല്ല പേര് വന്നത് അല്ലെ. അപ്പൊ അത് തെറ്റാണ്, എ എന്ന പ്രസ്താവന തെറ്റാണ്. എന്നാൽ രണ്ടാമത്തെ ഫോറസും 3Dയും കമ്പയർ ചെയ്തു. അപ്പൊ ഫോറസിന് n മൂല്യം 4, 3Dക്ക് n മൂല്യം 3.
ഇവിടെ എന്താ പറഞ്ഞത്? ഫോറസ് സബ്ഷെല്ലിനെ 3D സബ്ഷെല്ലിനേക്കാൾ കൂടിയ n മൂല്യം. അത് ശരിയല്ലേ? അപ്പൊ ഇത് ശരിയാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു തെറ്റ് നമ്മൾ SCERT ചോദ്യപേപ്പർ തയ്യാറാക്കിയപ്പോ ഉള്ള ഒരു സൂക്ഷ്മത കുറവിന്റെ ഭാഗമായിട്ട് ചെറിയൊരു തെറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഓപ്ഷനിൽ. കാരണം ഇവര് SCERT തന്നെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യപേപ്പറിൽ ചോദ്യം ഇട്ടപ്പോ മക്കളെ അവിടെ പ്രസ്താവനയെ ഇങ്ങനെയല്ല കൊടുത്തിരുന്നത്. അവിടെ എങ്ങനെ കൊടുത്തിരുന്നത് അറിയോ? അവിടെ അവിടെ പറയണത് വെച്ച് കഴിഞ്ഞാല്, അതായത് 3D നടക്കുന്നതിന് മുമ്പ് ഫോറസ് നടക്കുന്നതായിരുന്നു. 3D നടക്കുന്നതിന് മുമ്പ് ശരിയല്ലേ? നമ്മൾ 3Sഉം 3Pയും കഴിഞ്ഞ ഏതാ മക്കളെ നടക്കുക? 3D നടക്കോ? ഇല്ല, ഫോറസ് ആണ് നടക്കുക. എന്നിട്ട് എവിടെ നടക്കുള്ളൂ? 3D നടക്കുള്ളൂ അല്ലെ? ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു പ്രസ്താവന ഇംഗ്ലീഷ് മീഡിയത്തിൽ. അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തില് പ്രസ്താവന ഒന്നാമത്തത് ശരിയായിരുന്നു, രണ്ടാമത്തത് എന്താണ് കറക്റ്റ്? ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അങ്ങനെ ഓപ്ഷൻ അവിടെ വന്നിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ഈ ചോദ്യ പേപ്പറിൽ എന്തില്ല? ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇതിന് കറക്റ്റ് ഓപ്ഷൻ എങ്ങനെയാണ്? എ തെറ്റാണ്, ആർ ശരിയാണ്. അപ്പൊ ശ്രദ്ധിച്ചോളിട്ട്, അങ്ങനെ ഓപ്ഷൻ ഇതിലില്ല. ചെറിയൊരു അബദ്ധം പറ്റിയാണ് SCERTക്ക്. എ എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്, ആർ ശരിയാണ് എന്ന രൂപത്തിൽ ആൻസർ ചെയ്യണം മക്കളെ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകട്ടോ. അടുത്തത് എക്സ് എന്ന മൂലകത്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് വിന്യാസം നൽകിയിരിക്കുന്നു. എക്സ് എന്ന് പറയുന്ന മൂലകം, അങ്ങനെ ഒരു എക്സ് എന്ന് പറയുന്നത് പ്രതീകം യഥാർത്ഥമല്ല എന്ന് മക്കളെ. 1s2 2s2 2p6 3s2 3p6 3d5 4s2 3d5 4s2. ഓക്കെ, എക്സിന്റെ അറ്റോമിക് നമ്പർ. എങ്ങനെയാണ് അറ്റോമിക് നമ്പർ കാണാം? വളരെ സിമ്പിൾ ആ. അറ്റോമിക് നമ്പർ കാണാൻ നമ്മൾ ഈ മുകളിലുള്ള ഇലക്ട്രോൺ എണ്ണം കൂട്ടിയാൽ പോരെ. 2 2 4 4 6 10 12 18 23 25. അറ്റോമിക് നമ്പർ എത്രയാടാ? 25. എക്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാ മക്കളെ? എപ്പോഴും ഫോറസ് കാണുമ്പോൾ തൊട്ടുള്ളിലേക്ക് നോക്കട്ടാ. ഫോറസ് കാണുമ്പോൾ ഉള്ളിൽ 3D ഇല്ലേ? അപ്പൊ ഇതിനാണ് അവസാന ഇലക്ട്രോൺ നിറഞ്ഞത്. ഫോറസ് കാണുമ്പോൾ എപ്പോഴുും ഉള്ളിൽ 3D ഉണ്ടോ നോക്കണം. 3D ഉണ്ടെങ്കിൽ ആ 3Dയിലായിരിക്കും അവസാന ഇലക്ട്രോൺ നിറയുന്നത്. അപ്പൊ ഇവിടെ 3Dയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ നിറഞ്ഞത്. മക്കളെ ഡിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ 3d5ലാണ് ഇവിടെ അവസാനിച്ചത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് കാണാൻ എങ്ങനെ ചെയ്യാം? ഡിയിലുള്ളതും പ്ലസ് ഫോറസ് ഉള്ളതും കൂടിയുമായി ഇലക്ട്രോണുകൾ കൂട്ടും. ഇവിടെ 3Dയിൽ 5 ഉണ്ട്, ഫോറസിൽ എത്ര ഉണ്ട്? 2. അപ്പൊ 5 + 2 എത്ര മക്കളെ? 5 + 2 7 ഓക്കെ. അപ്പൊ എക്സ് ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? 7 അല്ലെ? എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ എസ്സിൽ ഇലക്ട്രോൺ എണ്ണത്തോട് 0 കൂട്ടുക എന്ന് പറഞ്ഞൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. എസ്സിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ. പിയിലാണ് ഇലക്ട്രോൺ അവസാനിക്കുന്നതെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺ എണ്ണത്തിനോട് 12 കൂട്ടുക. ഡിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിലുള്ള ഇലക്ട്രോൺ എണ്ണത്തിനോട് കൂടെ തൊട്ടടുത്തുള്ള ഫോറസിലുള്ള ഇലക്ട്രോൺ കൂടി കൂട്ടിയാൽ ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കാണട്ടാ. ഒരു മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ കാണാനുള്ള എളുപ്പ മാർഗം ഇതാണ്. ഓക്കെ ആണല്ലോ? തെറ്റിക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. എ എന്ന മൂലകം 4ാം പീരീഡിൽ ഉൾപ്പെടുന്നു. ഏതാണ് പീരീഡ്? 4ാം പീരീഡിൽ ഉൾപ്പെടുന്നു. 3D സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺ. ഇതാ നമ്മൾ എഴുതാട്ടോ. എന്ത്? 3Dയില് 3 ഇലക്ട്രോണുകൾ ഉണ്ട്. 3Dയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. എന്നാൽ എത്രാമത്തെ പീരീഡാ? 4ാം പീരീഡ്. അതെങ്ങനെയാവുക? ഇവിടെ ഫോറസ് എന്ന സബ്ഷെൽ നിറഞ്ഞതിന് ശേഷമാണ് ഇവർ എവിടേക്ക് വരിക? നിറക്കാൻ വരിക. 3D നിറക്കാൻ വരണത് അല്ലെ? അപ്പൊ ഫോറസ് 2 ഇലക്ട്രോൺ നിറഞ്ഞിട്ട് 3Dക്ക് വന്നതാണ്. എയുടെ സബ്ഷെൽട്രോൺ വിന്യാസം വളരെ സിമ്പിൾ. ഇതുവരെയുള്ള രീതി കൊടുത്താൽ മതി. 1s2 അല്ലെ? 1s2 അതേപോലെ 2s2 2p6 then 3s2 then 3p6 4s2 3d3. ഇതാണ് എ ഉൾപ്പെടുന്ന ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ. ഏതിന്റെ? ബ്ലോക്കിന്റെ സവിശേഷത. മക്കളെ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ നിറഞ്ഞത് ഡി സബ്ഷെല്ലില്ലല്ലേ? അപ്പൊ ഡി ബ്ലോക്കിന്റെ സവിശേഷത കുറെ പോയിന്റുകളില്ലേ? ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു, ഇവര് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു, അതേപോലെ തന്നെ ഇവര് ഗ്രൂപ്പിലും പീരീഡിലും സ്വഭാവങ്ങളിൽ സാദൃശ്യങ്ങൾ കാണിക്കുന്നു അല്ലെ? അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ അവർ സംക്രമണ മൂലകങ്ങളാണ്. ഇതൊക്കെ എഴുതി വെക്കാട്ടോ. ഓക്കെ, ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഓർബിറ്റലുകളും സബ്ഷെല്ലുകളും ചില ക്വാണ്ടം സംഖ്യകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓക്കെ, 3p 4s എന്നീ ഈ സബ്ഷെല്ലുകളുടെ n+l മൂല്യങ്ങൾ 3pയും 4sഉം. മക്കളെ എന്നും എല്ലാം കൂടെ കാണട്ടെ. നമ്മൾ ഓരോന്നിന്റെ n വാല്യൂ, ഓരോന്നിന്റെ l വിലയും കാണണം. മക്കളെ എന്താണ് n? പലതവണ പറഞ്ഞു, മുമ്പിലുള്ള ഷെൽ നമ്പർ ആണ് n വില, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. 3p എന്ന് പറയുമ്പോൾ മുമ്പിലുള്ള ഷെൽ നമ്പർ 3 അല്ലേ? അപ്പൊ n 3. 4s എന്ന് പറയുമ്പോൾ ഷെൽ നമ്പർ 4 അല്ലേ? അപ്പൊ നമ്മൾ രണ്ടാളെയും n വില കണ്ടിട്ടോ. ഇനി എന്താ n വില? l ഓരോ സബ്ഷെല്ലിന്റെ l വില പറഞ്ഞു പോകുന്നല്ലേ? s0 p1 d2 f3 അങ്ങനെയല്ല മക്കളെ. അപ്പൊ p യുടെ l വില എത്രയാടാ? 1. അപ്പൊ 3 + 1 = 4 അല്ലെ? ഇവിടെ n വില, ഫോറസിന്റെ n വില 4. s എന്ന സബ്ഷെല്ലിന്റെ l വില എത്രയാണ്? 0. 4 + 4. ഓക്കെ, അപ്പൊ നമ്മളിതാ 3p 4s സബ്ഷെല്ലുകളുടെ n+l മൂല്യങ്ങൾ കണ്ടു കേട്ടോ. n കണ്ടു, l കണ്ടു,
N+L നമ്മൾ കണ്ടു. N+L ആണ് ഈ എഴുതിയിട്ടുള്ള രണ്ടും 4 തന്നെയാണ്. ഓക്കെ, ഇവയിൽ ഏതിനാണ് കൂടുതൽ ഊർജ്ജമുള്ളത്? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. 3p ഉണ്ട് മക്കളെ, പിന്നെ ആരുണ്ട്? 4s ഉണ്ട്. 3p ഉണ്ട്, 4s ഉണ്ട്. ഈ 3pയും 4sഉം വരുമ്പോ ആർക്കാണ് ഊർജ്ജം കൂടുതലുള്ളത്? നമുക്കറിയാം ഊർജ്ജം കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്രമം പഠിച്ചതാണ്. എന്ത്? അതായത് ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിൽ നമ്മൾ എഴുതുക അല്ലെ. അപ്പൊ 3sഉം 3pയും കഴിഞ്ഞ് പിന്നെയാണ് 4s. 3pയേക്കാൾ ഊർജ്ജം കൂടുതലാണ് 4sന്. ആദ്യം 3p അല്ലേ വരുന്നത്? നമ്മൾ ആ ക്രമം പഠിക്കുമ്പോൾ ആദ്യം 3p ആണ്, പിന്നെയാണ് 4s വരുന്നത് അല്ലെ. 3p കഴിഞ്ഞിട്ടാണ് നമ്മൾ 4s എഴുതുക. അപ്പൊ ഊർജ്ജം കുറവായിരിക്കാണ്? ഊർജ്ജം കുറവുള്ള 3pക്ക്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ആദ്യം ഇലക്ട്രോൺ നടക്കുക അല്ലെ. പിന്നെ അതിനേക്കാൾ ഊർജ്ജം കൂടിയായിരിക്കാണ് 4sന്. അപ്പൊ 3p കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? 4s ഇലക്ട്രോൺ നടക്കാറുള്ളത്. അപ്പൊ 3pക്ക് ഊർജ്ജം കുറവ്. ചോദ്യം എന്താ? കൂടുതലായിരിക്കാണ് 4sനാണ് ഊർജ്ജം കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കട്ടാ. ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു സബ്ഷെല്ലിന്റെ n മൂല്യം 0. n മൂല്യം എന്ന് പറഞ്ഞാൽ മക്കളെ, n മൂല്യം 3 എന്ന് പറഞ്ഞാൽ മക്കളെ ഷെൽ നമ്പർ അല്ലടാ 3. ഷെൽ നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതാണ് n വാല്യൂ, n വില, അതാണ് 3. L മൂല്യം 2. L എന്ന് പറഞ്ഞ സബ്ഷെല്ലിന്റെ വില അല്ലേ. S സബ്ഷെല്ലിന്റെ L വില എത്രയാണ്? 0. അടുത്ത P സബ്ഷെല്ലിന്റെ L വില എത്രയാണ്? 1. D സബ്ഷെല്ലിന് എത്രയാണ്? 2. അപ്പൊ L മൂല്യം 2 ആർക്കാണ്? D സബ്ഷെല്ലിനല്ലേ. അപ്പൊ നമ്മൾ നൽകിയിട്ടുള്ള സബ്ഷെല്ലിന് പ്രതികരിച്ചതാ. ഇതാണ് 3D ആണ് ആൻസർ. ഇനി ഈ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം മക്കളെ. D സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ നിറക്കാം? 10 ഇലക്ട്രോൺ നിറക്കാം. D സബ്ഷെൽ അല്ലേ, 10 ഇലക്ട്രോൺ നിറച്ചൂടെ? ഓക്കെ, ഈ സബ്ഷെല്ലിലെ ഓർബിറ്റലുകൾക്ക് എത്ര ഓറിയന്റേഷനുകൾ സാധ്യമാണ്? ഓറിയന്റേഷനുകൾ എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ എണ്ണ രൂപത്തിൽ കൊടുത്താൽ മതി മക്കളെ. D സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ നിറക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി എണ്ണം അഥവാ 5 ഓർബിറ്റലുകൾ അല്ലെങ്കിൽ 5 ഓറിയന്റേഷനുകൾ ഉണ്ടാവും കേട്ടോ. D സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺ നിറക്കാം. അപ്പൊ അതിന് എത്ര ഓറിയന്റേഷൻ ഉണ്ട്? 5. P സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ നിറക്കാം? P സബ്ഷെല്ലിൽ 6 എണ്ണം. അതിന് എത്ര ഓറിയന്റേഷൻ ഉണ്ടാകും? 3 എണ്ണം. ഒക്കെ അതിനെ പകുതി വെച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഓർബിറ്റലിന്റെ എണ്ണം ചോദിച്ചാലും ഓറിയന്റേഷനുകളുടെ എണ്ണം ചോദിച്ചാലും സെയിം എഴുതിയാൽ മതി. ഒരു സംശയം ക്വാണ്ടം നമ്പറുടെ കാര്യത്തിൽ പാടില്ല കേട്ടോ. ഇതേ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെ. പ്രസ്താവന വീണ്ടും. ഗ്രൂപ്പുകൾ 3 മുതൽ 12 വരെ D ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. കറക്റ്റ് ആണ് അല്ലെ. 3 മുതൽ 12 വരെ D ബ്ലോക്ക്, 1ഉം 2ഉം S ബ്ലോക്ക്, 13 മുതൽ 18 വരെ P ബ്ലോക്ക്. ഓക്കെ, പീരിയോഡിക് ടേബിളിൽ ചുവടെയാണ് P ബ്ലോക്ക് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ? എടാ, പീരിയോഡിക് ടേബിളിൽ താഴെ കൊണ്ടുവന്ന് വെച്ച ആൾക്കാർ P ബ്ലോക്ക് മൂലകങ്ങളാണോ? P ബ്ലോക്ക് മൂലകങ്ങളല്ലതാ. ഈ പീരിയോഡിക് ടേബിൾ കണ്ടങ്ങള് കുറച്ച് ആൾക്കാർ എങ്ങനെ നായൊട്ട കലം പോലെ താഴെ കൊണ്ടുവച്ചിക്കണ്. ഈ താഴെ കൊണ്ടുവന്ന് വെച്ച ആൾക്കാർ P ബ്ലോക്ക് ആണ് ആ പ്രസ്താവനയും പറഞ്ഞത്. P ബ്ലോക്ക് ആണോ? അല്ല, അത് F ബ്ലോക്ക് ആണ്. കണ്ടങ്ങള് ഇവിടെ വരണ്ട. അതായത് 6ാമത്തെ പീരീഡിലും 7ാമത്തെ പീരീഡിലും ഇവിടെ വരേണ്ട ആൾക്കാർ. 6ാമത്തെ പീരീഡിൽ 57 മുതൽ 71 വരെ വരേണ്ട ആൾക്കാരാണ് ഇവിടെ വരുന്ന ഈ നിരയിൽ, 1ാമത്തെ നിരയിൽ. അതേപോലെ തന്നെ അടുത്ത നിരയിൽ 7ാമത്തെ പീരീഡിൽ വരേണ്ട ആൾക്കാരാണ് 89 മുതൽ 103 വരെ വരേണ്ട ആൾക്കാരാണ് ഇത്. അപ്പൊ ഇത് രണ്ടും ഏത് ബ്ലോക്കാടാ? ഇത് രണ്ടും F ബ്ലോക്ക് ആണ് കേട്ടോ. പീരിയഡ് ടേബിളിൽ താഴെ ക്രമീകരിച്ചിരിക്കുന്ന P ബ്ലോക്ക് അല്ല, അത് 6ഉം 7ഉം പീരീഡിൽ വരേണ്ട ഏത് ബ്ലോക്ക് മൂലകങ്ങളാണ്? F ബ്ലോക്ക് മൂലകങ്ങളാണ്. അപ്പൊ ആ പറഞ്ഞ പ്രസ്താവന ശരിയാണോ മക്കളെ? പീരിയഡ് ടേബിൾ ചുവടെയാണ് P ബ്ലോക്ക് മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. തെറ്റാണ് അല്ലെ. അടുത്ത, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ അയോണീകരണ എൻതാൽപ്പി വർദ്ധിക്കുന്നു. മക്കളെ, താഴേക്ക് വരുമ്പോ വലിപ്പം പറയും. താഴേക്ക് വരുമ്പോ വലിപ്പം എന്താ ചെയ്യണത്? താഴേക്ക് വരുമ്പോ കൂടി വരികയാണ് അല്ലെ. താഴേക്ക് വരുമ്പോ ഷെല്ലിന്റെ എണ്ണം കൂടി പീരീഡ് നമ്പർ കൂടല്ലേ. തൊട്ട് താഴുമ്പോ അടുത്ത പീരീഡ് ഇങ്ങനെ വരില്ലേ. പീരീഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഷെൽ നമ്പർ കൂടെയാണ്. അപ്പൊ താഴേക്ക് വരുമ്പോ എന്ത് കൂടെയാണ്? വലിപ്പം കൂടെയാണ്. വലിപ്പം കൂടുമ്പോ ന്യൂക്ലിയസിന് ആകർഷണം കുറയില്ലേ. അപ്പൊ പറിച്ചെടുക്കാൻ കുറച്ച് ഊർജം പോരെ. അയോണികൻ ഊർജം അല്ലെ അയോണികൻ എൻതാൽപ്പി കുറച്ചു പോലെ മക്കളെ. അപ്പൊ താഴേക്ക് വരുമ്പോ അയോണികൻ എൻതാൽപ്പി വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ പൊട്ട തെറ്റല്ലേ. താഴേക്ക് വരുമ്പോ അയോണികൻ എൻതാൽപ്പി കുറയല്ലേ, കാരണം വലിപ്പം കൂടി വരികയാണെന്ന്. താഴത്തേക്ക് വരുമ്പോ വലിപ്പം കൂടി വരണം, അപ്പൊ അയോണികൻ എൻതാൽപ്പി കുറയാണ്. അതും തെറ്റാട്ടോ. ദെൻ ഇവിടെ ഏതാ ശരി മക്കളെ? 1ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ പ്രസ്താവന 2, 3 എന്നിവ ശരിയല്ല. ആൻസർ ബി ആണ്. കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണേ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിൽ കിടക്കുക കേട്ടോ. ഒരു മൂലകത്തിന്റെ അറ്റോം നമ്പർ 22 ആണ്. ഈ മൂലകത്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടർ വിന്യാസം വളരെ സിമ്പിൾ. നിനക്ക് ചോദിക്കാൻ പാടുണ്ട് അല്ലെ. 1s2, 2s2, 2p6, 3s2, 3p6,
4s2 എന്ന് പറഞ്ഞാൽ 20 എന്ന് മനസ്സിലാക്കണം. 3p6 കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മക്കളെ, അതെന്തിനാ 20ൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരിലെ പോവും? 3d പോട്ടോ. അപ്പൊ എപ്പോഴും 3s ഉം 3p കഴിഞ്ഞ് 4s കഴിഞ്ഞ ഒരു ഗ്യാപ്പ് ഇടും. 20 കൂടുതൽ ഉണ്ടെങ്കിൽ d വരുന്ന ഉറപ്പാണ്. അപ്പൊ 4s2 അവസാനിച്ച 20. ഇനി ബാക്കി രണ്ടെണ്ണം കേട്ടോ, 3d2. ഓക്കെ, ദെൻ ഈ മൂലം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ദാ ഡിയിലാണ് അവസാനിച്ചത്. ഞാൻ പറഞ്ഞു ഡിയിലാണെങ്കിൽ ഡിയിലുള്ളതും 4s ഉള്ളതും കൂട്ടുക. ഡിയിൽ രണ്ടെണ്ണം, 4s രണ്ടെണ്ണം, 2 + 2 4. ഓക്കെ, അടുത്ത ചോദ്യം, ഏതാനും സബ്ഷനുകൾ നൽകിയിരിക്കുന്നു. ഓരോ സബ്ഷനിലെ n വിലയും l വിലയും മക്കൾ നിങ്ങൾ പഠിച്ച് ക്ലിയർ ആയില്ലേ? ഒന്ന് പറയണേ 3d, അതേപോലെ 4s, 4f, അതേപോലെ തന്നെ 5d. ഇതാ വന്നിട്ടുള്ളത് കേട്ടോ, ഇത്രയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കൂ, n വിലയും l വിലയും എഴുതാനാ പറഞ്ഞ്. മുന്നിലുള്ള നമ്പറാണ് n വില, 3, 4, 4, 5 അല്ലെ. ഇനി എന്താ പറയുന്നത്? l വില d ആണെങ്കിൽ s-p-d, മൂന്നാമത്തെ ആളല്ലേ? ഒന്നും കുറച്ച് എത്രയാടാ? d യുടേത് 2, s-ൻ്റെത് 0, f-ന്റെ എത്രയാവും? 3, d യുടെ എത്രയാണ്? 2. ഓക്കെ, n+ വിലകൾ കണ്ടുപിടിച്ച് ഈ സബ്ഷനുകളുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാം. n വിലകൾ കണ്ടെത്താൻ പറഞ്ഞു, n+l വിലകൾ. അപ്പോ 3d യുടേത് 5, 4s-ൻ്റെത് 4, 4f-ൻ്റെത് 7, 5d യുടേത് 7. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കുറഞ്ഞ ഏതാടാ? 4s. അപ്പൊ 4s ആണ് ഏറ്റവും കുറഞ്ഞ ഊർജ്ജമുള്ളത്. 4s ആണ്, 4s-നാണ് ഏറ്റവും കുറവ്. അതിനേക്കാൾ കൂടുതൽ 4 കഴിഞ്ഞ പിന്നെ ആര് വരുന്നുണ്ട്? 5. സോറി, 5 അല്ല, 3d 4 എഴുതേണ്ടത്, 5 നല്ല എഴുതേണ്ടത് അല്ല. അപ്പൊ എന്തെഴുതാ? 3d കഴിഞ്ഞാൽ അതിനേക്കാൾ ഊർജ്ജം കൂടുതലുള്ളത് 4s. പിന്നെ 2 കൂട്ടർക്ക് 7 വരുന്നില്ലേ മക്കളെ? 2 കൂട്ടർക്ക് 7 വരുന്നില്ലേ? അപ്പൊ അതെങ്ങനെ അറിയാം? അതിൽ ഷെല്ലിന് നമ്പർ കുറഞ്ഞ എഴുതിയാൽ മതി. അതന്നെ, ഷെല്ലിന് എണ്ണം കുറഞ്ഞ ഏതാന്ന് എഴുതിയാൽ മതി. അപ്പോ 4f കഴിഞ്ഞിട്ട് 5d. അപ്പോ ഇത്രയും ചോദ്യങ്ങൾ, 11 ചോദ്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഈ ചാപ്റ്ററിലെ 11 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് കഴിഞ്ഞു മക്കളെ. ആ സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ഈ ക്ലാസ്സിനെ പറ്റിയിട്ട്, ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം എന്താണോ അതൊന്ന് താഴെ കമന്റ് ബോക്സിൽ ആ കമന്റ് ഒന്ന് രേഖപ്പെടുത്തിയിട്ട് മാത്രം അടുത്ത പണിയിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്.